ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഫിറ്റ്നസ് ബാൻഡുകൾ ഏതെന്ന് ചോദിച്ചാൽ അത് ഷവോമിയുടെ ഫിറ്റ്നസ് ബാൻഡുകൾ തന്നെയാണ്. അത്തരത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഷവോമിയുടെ ഒരു ഫിറ്റ്നസ് ബാൻഡായിരുന്നു Mi Band 3. എന്നാൽ Mi Band 3 ഒരു മോണോക്രോം അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിറ്റ്നസ് ബാൻഡായിരുന്നു. അതിനുശേഷം പിന്നീട് ഷവോമി ഫിറ്റ്നസ് ബാൻഡ് 4 പുറത്തിറക്കി. ഫിറ്റ്നസ് ബാൻഡ് 4 നമ്മൾ ഈ ഒരു വീഡിയോ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. Mi Band 4ൻ്റെ പ്രത്യേകത അതൊരു കളർ ഡിസ്പ്ലേ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഷവോമി തങ്ങളുടെ ഏറ്റവും പുതിയ ഫിറ്റ്നസ് ബാൻഡ് പുറത്തിറക്കിയിരിക്കുന്നു, ഫിറ്റ്നസ് ബാൻഡ് 3i. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് പുറത്തിറക്കിയിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഫിറ്റ്നസ് ബാൻഡ് 3iയുടെ വിശേഷങ്ങളാണ്. ഫിറ്റ്നസ് ബാൻഡ് 4ൻ്റെ വില 2300 രൂപയാണ്. ഫിറ്റ്നസ് ബാൻഡ് 3യുടെ വില 1800 രൂപയാണ്. എന്നാൽ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഫിറ്റ്നസ് ബാൻഡ് 3iയുടെ വില 1300 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ ഫിറ്റ്നസ് ബാൻഡ് 3യേക്കാളും 500 രൂപ കുറവാണ് Mi Band 3, Mi Band 4, Mi Band 3i. ഇവയിൽ ഏറ്റവും വില കുറവ് വരുന്നത് ഈ ഫിറ്റ്നസ് ബാൻഡ് 3iക്കാണ്. ഇതിന് 1300 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. എന്താണ് ഫിറ്റ്നസ് ബാൻഡ് 3യേക്കാളും 3i 500 രൂപയുടെ വില കുറവിൽ വിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഫിറ്റ്നസ് ബാൻഡ് 3യിൽ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസർ നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് നമ്മുടെ ഈ ഫിറ്റ്നസ് ബാൻഡിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ 3iയിലേക്ക് വരുമ്പോൾ ഉപഭോക്താവിന് കുറച്ചുകൂടി താങ്ങാവുന്ന വിലയിലേക്ക് ഒരു 500 രൂപ കൂടി ഷവോമി കുറച്ചുകൊണ്ടാണ് ഫിറ്റ്നസ് ബാൻഡ് 3i പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഫിറ്റ്നസ് ബാൻഡ് 3യിൽ നിന്ന് 3iയിലേക്ക് വരുമ്പോഴുള്ള വിലയിൽ വ്യത്യാസം വരാനുള്ള കാരണം 3iയിൽ ഹാർട്ട് റേറ്റ് സെൻസർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു വാച്ചിനകത്തുമൊക്കെ ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. ഇതിന് ഞാനത് ആ ഒരു ഫീച്ചർ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ അതിന് വെറുതെ നമ്മൾ 500 രൂപ അതിന് വേണ്ടിയിട്ട് അധികം മുടക്കേണ്ട 3യുടെ കേസിൽ. എന്നാൽ 3iയിലേക്ക് വരുമ്പോൾ ആ ഹാർട്ട് റേറ്റ് സെൻസർ ഒഴിവാക്കി 500 രൂപയുടെ കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ 3i പുറത്തിറക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്തുള്ള ഫിറ്റ്നസ് ബാൻഡ് 3i പുറത്തെടുത്ത് നമ്മുടെ ഫോണുമായിട്ട് അതൊന്ന് പെയർ ചെയ്ത് നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് Mi സ്മാർട്ട് ബാൻഡ് 3i എന്ന് എഴുതിയിട്ടുണ്ട്, ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്, അമോ LED ടച്ച് സ്ക്രീൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വാട്ടർ പ്രൂഫാണ്, ഏകദേശം 50 മീറ്റർ വരെ ആഴത്തിൽ ഇത് വാട്ടർ പ്രൂഫാണ്. അതുപോലെ കോൾ നോട്ടിഫിക്കേഷൻ അലർട്ട് നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിലേക്ക് വരും. അതുപോലെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. ഇന്ത്യസ് നമ്പർ 1 വെയറബിൾ ബ്രാൻഡാണ് ഷവോമിയുടെ ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് ബാൻഡ് എന്നും പറയുന്നു. ഈ ഒരു കവറിൻ്റെ പുറത്ത് ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത് 1599 രൂപയാണ്, അതായത് 1600 രൂപയാണ്. എന്നാൽ ഷവോമി ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് വിൽക്കുന്നത് 1299 രൂപയ്ക്കാണ്, അതായത് 1300 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫിറ്റ്നസ് ബാൻഡ് ഉണ്ട്, അതുപോലെ ഒരു ചാർജിങ് ഡോക്ക്, ചെറിയൊരു ചാർജിങ് ഡോക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും വാറണ്ടി കാർഡും നമുക്ക് ഇതിനകത്ത് ബോക്സിനകത്ത് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുന്നു. നമുക്ക് ഫിറ്റ്നസ് ബാൻഡ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതേ കാണുന്നു നമ്മുടെ ഫിറ്റ്നസ് ബാൻഡ്. ഇത് ആൾറെഡി കണ്ടില്ലേ, ഇത് ഓണായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഫോണുമായിട്ട് അങ്ങ് പെയർ ചെയ്താൽ മാത്രം മതി ഇനി. അപ്പോൾ ഫോണിലേക്ക് പെയർ ചെയ്യണമെങ്കിൽ Mi Fit എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ആകുമ്പോഴേക്കും ഈ ഒരു വാച്ചിൻ്റെ മറ്റ് പ്രത്യേകതകൾ കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ വാച്ച് ഇതുപോലെ ഇതിൻ്റെ ഒരു സ്ട്രാപ്പിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്കിത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാപ്പ് ഇതുപോലെ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഇളക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് വേണം നമ്മൾ ഇത് ചാർജ് ചെയ്യാനായിട്ട്. ചാർജ് ചെയ്യുന്നതിനായിട്ട് ഇതിൻ്റെ താഴെ കണ്ടില്ലേ ഈ ഇത്തരത്തിലൊരു കോപ്പർ ലിഡുകൾ കാണാം. അത് ആ ഭാഗം ഈ കാണുന്ന ചാർജിങ് ഡോക്കിനകത്തേക്ക് ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് വേണം ചാർജ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ കാണുന്ന എൻഡ് ഏതെങ്കിലും ചാർജറിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിനകത്തോ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഭാഗം ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫിറ്റ്നസ് ബാൻഡ് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് Mi ബാൻഡിൽ ഞാൻ കാണുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, എപ്പോഴും ഇത് നമ്മുടെ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇത്രയും പോർഷൻ ഇതിൻ്റെ സ്ട്രാപ്പിൽ നിന്ന് ഊരി മാറ്റേണ്ടതുണ്ട്. എപ്പോഴും ഊരി മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ Mi Fit എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇത് നമുക്ക് ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല എന്നുള്ളത് മാത്രമാണ് Mi Band 3യിൽ നിന്ന് ഇതിനുള്ള കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇതാണ്ടേ പെട്ടെന്ന് തന്നെ ഇത് പെയർ ആയിട്ടുണ്ട്. ഓക്കെ, പെയർ ആയപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫിറ്റ്നസ് ബാൻഡിൽ ടൈം ഇപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഫിറ്റ്നസ് ബാൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, Mi Band 3iയും മോണോക്രോം ഫിറ്റ്നസ് ബാൻഡ് തന്നെയാണ്. എന്നാൽ 4 മാത്രമേ ഉള്ളൂ
കളറായിട്ടുള്ള ഫിറ്റ്നസ് ബാൻഡ്. അപ്പോൾ ഈ വാച്ചിനകത്ത് നമുക്ക് മുകളിലോട്ടും താഴോട്ടും നമുക്ക് ഇത്തരത്തിൽ ഉണ്ടല്ലേ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഓരോ മെനു നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു ചെറിയൊരു കപ്പാസിറ്റി ഒരു ടച്ച് പോർഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോം സ്ക്രീനിലേക്ക് വരികയും ചെയ്യും. ആദ്യം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ഡോട്ടഡ് ലൈൻസ് കാണാം. ഇത്തരം ഡോട്ടഡ് ലൈൻസ് ഉള്ള പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും അതിൻ്റെ അഡീഷണൽ മെനൂസ് എടുക്കാൻ സാധിക്കുമെന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ സ്റ്റെപ്പ് ഇതിനകത്ത് ഇപ്പോൾ 0 സ്റ്റെപ്പാണ്. ഞാൻ ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. വീണ്ടും വലത്തോട്ട് എടുത്താൽ എത്ര ഡിസ്റ്റൻസ് നടന്നു എന്ന് കാണിക്കും. അതുപോലെ എത്ര കിലോ കലോറി ബേൺ ചെയ്തു, അതുപോലെ ബാറ്ററി പെർസെൻറ്റേജ്, ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. എന്നാൽ തിരിച്ച് വീണ്ടും പ്രധാന മെനുവിലേക്ക് വരാനായിട്ട് ഈ കാണുന്ന പോർഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കൊടുക്കുമ്പോൾ കണക്ട് ടു ആപ്പ് ടു അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. ആപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ആയിട്ടില്ല, ചിലപ്പോൾ അതിന് ടൈം എടുക്കും. ജസ്റ്റ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തതല്ലേ ഉള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെഡ്മിൽ എന്നാണ്. അതായത് നമ്മൾ എത്ര ദൂരം ട്രെഡ്മില്ലിലൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയാനാണ്. ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഈ കാണുന്ന ബട്ടൺ ഇതുപോലെ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഉണ്ടല്ലോ, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. ഇങ്ങനെ ഒരു ട്രെഡ്മില്ലിൽ ഒരു എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാണ്. കണ്ടല്ലേ, സ്റ്റോപ്പ് ചെയ്തു. അടുത്തത് നോട്ടിഫിക്കേഷനാണ്. അതായത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഒക്കെ കാണാനായിട്ടുള്ള ഓപ്ഷനാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഫോണിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ. എൻ്റെ ഫോണിൽ യാതൊരു നോട്ടിഫിക്കേഷനും വരാത്തതുകൊണ്ടാണ് അത് അതിൽ കാണിക്കാത്തത്. അടുത്തതായിട്ട് സ്റ്റോപ്പ് വാച്ചാണ്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഈ ഭാഗം ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച് വർക്ക് ചെയ്ത് തുടങ്ങും. വീണ്ടും ഈ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. തിരിച്ച് അത് ക്ലോസ് ചെയ്യാൻ ഈ ഭാഗത്തും ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് കഴിഞ്ഞാൽ പിന്നെ മോർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ ഇത് സൈലൻ്റ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ചിലപ്പോൾ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫൈൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ അവിടെ റിങ് ചെയ്ത് നമുക്ക് കേൾക്കും. പിന്നെ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അടുത്തായിട്ടുള്ളത്. ഈ ഒരു സ്ക്രീൻ ഓപ്ഷൻ ഇതുപോലെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പല വാച്ച് ഫേസുകൾ നമുക്കിതുപോലെ മാറാൻ സാധിക്കും. കണ്ടില്ലേ, മൊത്തത്തിൽ 3 വാച്ച് ഫേസുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീടുള്ളത് ഫാക്ടറി റീസെറ്റാണ്. നമുക്കിത് ഒരു ഫോർമാറ്റൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണത്. പിന്നെ എബൌട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും മെനു ആയിട്ട് ഇതിനകത്തുള്ള സെറ്റിങ്സിൽ മെനു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിടക്കുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ബാൻഡ് തന്നെയാണ് Mi Band 3i. അപ്പോൾ ഓർക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷവോമിയുടെ ഫിറ്റ്നസ് ബാൻഡുകൾ എന്ന് പറയുന്നത് Mi Band 3യും Mi Band 4ഉം പിന്നെ പുറത്തിറങ്ങിയിരിക്കുന്നതാണ് Mi Band 3iയും. അപ്പോൾ ഇതിൻ്റെ സ്ഥാനം Mi Band 3യും Mi Band 4നും ഇടയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ Mi Band 3യേക്കാളും വിലക്കുറവാണ്. ഇതിന് 1300 രൂപ മാത്രമേ ഉള്ളൂ. Mi Band 3യേക്കാൾ 500 രൂപയോളം വിലക്കുറവാണ് Mi Band 3iക്ക്. അപ്പോൾ Mi Band 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Mi Band 3iയിൽ ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഒരു Mi Band 3i ലഭിക്കാനുള്ള പ്രധാന കാരണം. അതുപോലെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലും ആപ്പിൾ ഐഫോണുകളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 110 mAh ബാറ്ററിയാണ്. അത് ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ വായിച്ച് കണ്ടു. അതിനകത്ത് പറയുന്നത് എങ്ങനെ പോയാലും ഒരു 2 ആഴ്ചയോളം ഇതിൻ്റെ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആരാണ് വിളിക്കുന്നത് എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ഇതിൽ കിട്ടും. അതുപോലെ നമുക്ക് SMS വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ നമ്മുടെ ഫോണിൽ കിട്ടും. ഓർക്കുക, നമുക്ക് വരുന്ന കോളുകൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്ത് ഇതുവഴി സംസാരിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൈകൊണ്ട് എടുക്കേണ്ടതുണ്ട്. അത്രയെങ്കിലും ചെയ്യേണ്ടേ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ഒരു Mi Band 3iയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജി നാഥ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലുമുണ്ട് ജയരാജ് ജി നാഥ്, ടിക്ടോക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.